വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമുക്ക് ഓണായല്ലേ, നാളെ എത്തും. നാളെ ആകുമ്പോൾ ഓണാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആവാം കേട്ടോ. പെട്ടെന്ന് ചടപ്പടിയേ നമുക്ക് ഓണത്തിന് ഒരുങ്ങാം. എന്തായാലും ഓണത്തിന് ഒരുങ്ങാൻ കാര്യം കാണത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ വെറുതെ എങ്കിലും ഒരുങ്ങും കേട്ടോ. നമുക്ക് ഓണത്തിന് ഇങ്ങനെ ഒരുങ്ങി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു സന്തോഷം അത്രയേ ഉള്ളൂ അല്ലേ. അപ്പം നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ റെഡി ആവാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ വോയിസ് ഓവർ കൊടുത്തു പോകാം കേട്ടോ. അപ്പോൾ ചടപടയെന്ന കാര്യങ്ങളൊക്കെ കഴിയും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ സ്ഥിരം സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറായിട്ട് കൊടുക്കുന്നത്. എനിക്ക് ഇതോളം വേറെ ഒരു മോയ്സ്ചറൈസറും പറ്റുന്നില്ല കേട്ടോ, എന്താണെന്ന് അറിയത്തില്ല. അതിനുശേഷം ഞാൻ ഇടുന്നത് ഫൗണ്ടേഷനാണ്, നമ്മുടെ സൂപ്പർ സ്റ്റേയുടെ ഫൗണ്ടേഷനാണ് കേട്ടോ. അത്യാവശ്യം നല്ലതായിട്ട് സ്റ്റേ ചെയ്യും, ഇത് പെട്ടെന്ന് ഒളിച്ച് പോകത്തില്ല. അപ്പോൾ നമുക്കൊരു നല്ലതായിട്ടുള്ള വെറ്റായിട്ടൊരു സ്പഞ്ച് വെച്ചിട്ട് നമുക്ക് ഫൗണ്ടേഷൻ ചെറിയതായിട്ടൊന്നും ഡാബ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഓവറായിട്ട് ഇടുന്നില്ല, എന്നാലും കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് അത്രത്തോളം കവറേജ് ഒന്നും അല്ല കേട്ടോ, നമ്മുടെ ഡാർക്ക് സ്പോട്ടൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് കവർ ചെയ്യത്തില്ല. ഞാൻ എന്നാലും ഒന്ന് ഇട്ട് കൊടുത്താൽ ഒന്നുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഡാർക്ക് സ്പോട്ട് ഉള്ളെടുത്ത്. പിന്നെ ഒന്ന് ഐബ്രോ ചെയ്തിട്ടുണ്ട്. ഐബ്രോ എനിക്ക് മിറർ നോക്കി ചെയ്യില്ലെങ്കിൽ ഫോൺ നോക്കി ചെയ്താൽ ഒട്ടും പറ്റത്തില്ല കേട്ടോ. പിന്നെ ഇത് നമ്മുടെ റെനയുടെ, നമ്മുടെ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ഉള്ള റെനയുടെ ഒരു കാജലാട്ടോ. ഇത് ഞാൻ കുറച്ചായിട്ടേ ഉള്ളൂടെ വാങ്ങിയിട്ട്. ഇത് നമ്മുടെ ഇങ്ങനെ ഷാർപ്പിങ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അടിപൊളി സാധനമാണ്, നല്ല ഡാർക്ക് സൂപ്പർ ജെറ്റ് ഡാർക്കാണ് കേട്ടോ. പക്ഷേ 383 രൂപയാണ് റേറ്റ് വരുമ്പോൾ. അത്രയ്ക്ക് വേർത്താണോയെന്ന് വെച്ചാൽ നമുക്ക് ഷാർപ്പനിങ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇവിടെ നിന്ന് ഒടിഞ്ഞു പോകും, പിന്നെ പെട്ടെന്ന് തീർന്നു പോകുന്ന എനിക്ക് ഫീൽ തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് സ്മജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്ഥിരമായിട്ടുമായ ബ്ലഷ് ഇല്ലാതെ ഒരു മേക്കപ്പ് ലുക്ക് എനിക്ക് കംപ്ലീറ്റ് ആകത്തില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അത്യാവശ്യം കൂടുതൽ തന്നെ ബ്ലഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലഷൊക്കെ ഇട്ടിട്ട് അടുത്ത് എന്താണ് ഇടാണ്ടെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആലോചിച്ചുകൊണ്ട് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ദേ ഈ ഒരു അവസ്ഥ കേട്ടോ, അതേ പോയി. അപ്പോൾ ആ വഴി അതങ്ങ് പോട്ടെ. നമുക്കടുത്ത് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ സ്ഥിരമായിട്ട് ഇടുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ നെയിം ഞാൻ മെൻഷൻ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. നല്ലൊരു ഡാർക്ക് മെറൂൺ കളർ ലിപ് ഷെയ്ഡാണ്. ഇത്രയും ഡാർക്ക് ലിപ് ഷെയ്ഡ് ഇടുമ്പോൾ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും പോലെ തോന്നും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സ്ഥിരം ഇത് തന്നെ ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം മേക്കപ്പ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് കേട്ടോ. ഇതെൻ്റെ നോർമൽ മേക്കപ്പാണ്. അപ്പോൾ ഇത് കുറേ നേരം ലാസ്റ്റ് ചെയ്യും കേട്ടോ. ഓവറായിട്ട് പുട്ടി കാര്യങ്ങളൊന്നും അടിക്കാത്തതുകൊണ്ട് തന്നെ കുറേ നേരം ഇവിടെ കുറച്ച് ബ്ലഷ് നമ്മൾ ഇപ്പോൾ കൂടിയിട്ടുണ്ടെന്ന് തോന്നും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നും ഒക്കെ ആയിട്ട് സെറ്റായിട്ട് വരുമ്പോഴത്തേക്ക് കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി സാരി ഉടുക്കാം. ഞാൻ പോയി സാരി എടുത്തിട്ട് വരട്ടെ. അപ്പം നമ്മുടെ സാരി വന്നിട്ട് ഇതാട്ടോ. ഇത് ഇപ്പോൾ അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്മോൾ സാരിയാണ്. ഇതാണ് സാരി വരുമ്പോൾ. ബ്ലൗസ് വരുമ്പോൾ തന്നെ നമ്മുടെ സെറ്റിൻ്റെ അതേ സെയിം ബ്ലൗസ് ആട്ടോ. ഞാൻ പുതിയതായിട്ട് തയ്ച്ചതാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടമാട്ടോ. ഇങ്ങനത്തെ ടൈപ്പ് ബ്ലൗസ് എൻ്റെ കയ്യിലില്ല. അപ്പോൾ അങ്ങനെ ഞാൻ തയ്ച്ചെടുത്താണ്. അപ്പോൾ ഞാനിത് പെട്ടെന്ന് ഉടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം സാരി ഉടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സാരി പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഈ ഒരു സാരി എന്ന് പറയുമ്പോൾ ബ്ലൗസ് ഇതാണ്. അപ്പോൾ സാരി ഏകദേശം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇടാം കേട്ടോ. ഇനി നമുക്ക് ഒരു പൊട്ട് വെച്ച് കൊടുക്കാം. പൊട്ടില്ലാതൊക്കെ പിന്നെ എന്താണ് ഒരു സുഖമില്ല. അപ്പോൾ നമുക്കൊരു പൊട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, പൊട്ട് വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഗുണ്ടുമണി ഒരു കമ്മലിട്ട് കൊടുക്കാം. ഇതാട്ടോ, ഒരു ഗുണ്ടുമണി കമ്മൽ. എനിക്ക് എന്താണെന്നറിയത്തില്ല, എനിക്ക് വലിയ കമ്മലില്ലാതെ എനിക്ക് എൻ്റെ ഒരു സാരി ഉടുക്കലൊന്നും എനിക്ക് നടക്കത്തില്ല കേട്ടോ. എനിക്ക് എന്ന് പറയുമ്പോൾ സിമ്പിൾ കമ്മൽ എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരാളാട്ടോ ഞാൻ. എനിക്കെല്ലാം വലുത് വേണം, എനിക്ക് പറ്റത്തില്ല. അല്ലെങ്കിലൊന്നും എനിക്കൊരു തൃപ്തിയില്ല, ഒന്നിനോടും എനിക്കൊരു ഒട്ടും തൃപ്തിയാവത്തില്ല. അന്ന് റെഡിയായാൽ എൻ്റെ മൂഡ് ഫുള്ളും പോകും കേട്ടോ. എനിക്ക് ഈ ഓർണമെൻറ്റ്സിലാണ് എൻ്റെ ഫുള്ളും ഒരു തിരിക്കുന്നത്. പ്രത്യേകിച്ച് എന്ന് പറയുമ്പോൾ ഇയറിംഗ് എനിക്ക് അത്യാവശ്യം വലിയ സൈസ് തന്നെ വേണം. എൻ്റെ ഫേസിന് എനിക്ക് ചേരുന്നതും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. അപ്പം ഇയറിങ്സ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇയറിങ്സും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് എടുത്തുകൊണ്ട് വരട്ടെ. അപ്പോൾ ഇയറിങ്സ് ഇട്ടു. നമുക്കിനി കുറച്ച് കുപ്പിവെള്ളം ഇട്ട് കൊടുക്കാം. കുപ്പിവെള്ളം എന്ന് പറയുമ്പോൾ ഗ്രീൻ കളർ കുപ്പിവെള്ളം കേട്ടോ. ഈ ഒരു ഇതിൻ്റെ കൂടെ ഗ്രീൻ കളർ കുപ്പിവെള്ളം നന്നായിട്ട് പോകും. അതുകൊണ്ടോ ഗ്രീൻ കളർ കുപ്പിവെള്ളം. പിന്നെ അതിൻ്റെ മുടി ഒന്ന് സെറ്റ് ചെയ്യണം. പിന്നെന്താണ്, അതൊക്കെ തന്നെയാണോ. പിന്നെ നമുക്കൊരു ഹിപ്പ് ചെയിൻ ഇട്ട് കൊടുക്കാം. ഒരു പ്രത്യേക ഒരു ലുക്കിന് വേണ്ടിയിട്ട് നമുക്ക് ഹിപ്പ് ചെയിൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഹിപ്പ് ചെയിൻ ഇങ്ങനെ ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാട്ടോ. അതിങ്ങനെ നമുക്ക് അരയിൽ ഇങ്ങനെ കിടക്കുന്ന കാണാൻ ഒരു ഭംഗിയാട്ടോ. അതുകൊണ്ട് ഇട്ട് കൊടുത്തേ ഉള്ളൂ. പിന്നെ നമുക്ക് ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഹെയർ ഞാൻ ഫ്രണ്ട് പോർഷൻ മാത്രമേ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഫുള്ള് സെറ്റ് ചെയ്ത് നിന്നാൽ നല്ല പോലെ ടൈം ആവും കേട്ടോ. അപ്പം ഞാൻ ഫ്രണ്ട് മാത്രം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഞാൻ ഫ്രണ്ടിലത്തെ മുടി മാത്രം ഫ്രണ്ടിൽ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ ബോഡിയിൽ എൻ്റെ അടുത്തെന്ന് പറയുമ്പോൾ എക്സ്ട്രീം ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മുടെ വാസലിൻ്റെ ഗ്ലൂട്ടാഹയ ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ള നമ്മുടെ വാസലിൻ്റെ ഗ്ലൂട്ടാഹയ അതാട്ടോ യൂസ് ചെയ്യുന്നത്. അത് നല്ലൊരു സ്മെല്ലാണ്. പക്ഷേ എനിക്ക് അത്ര ഹൈപ്പിനൊത്തൊരു പ്രോഡക്റ്റാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര തോന്നിയില്ല. ഇടുന്ന സമയത്ത് നല്ല സ്മെല്ലാണ്. ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ച് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഞാൻ എൻ്റെ റിവ്യൂ ഇടാം കേട്ടോ. അപ്പം ഇതുവരെ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാനത് നോക്കട്ടെ, എനിക്കാണെന്ന് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പക്ഷേ ഇടുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ്. ഇങ്ങനെ ഓവർ ഇങ്ങനെ കുത്താത്ത ഒരു ടൈപ്പ് സ്മെല്ലാട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് സ്മെല്ല് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നല്ല സോഫ്റ്റോ, കുറച്ച് നമ്മളെ കൈയൊക്കെ നല്ല പെട്ടെന്ന് സോഫ്റ്റോ. എൻ്റെ എന്ന് പറയുമ്പോൾ എക്സ്ട്രീം എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ഡ്രൈ ആട്ടോ. എൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ ആണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇതാട്ടോ മോയ്സ്ചറൈസറൊക്കെ ഇട്ടു. അപ്പോൾ നമ്മുടെ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. മുടി സെറ്റായില്ലേ? മുടി സെറ്റായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സെറ്റ് ചെയ്തിട്ടുണ്ട്. സാരിയൊക്കെ ഞാൻ ഉടുത്തിട്ടുണ്ട് കേട്ടോ. സാരി കൊടുത്തിട്ടുണ്ട്. ഇതാട്ടോ എൻ്റെ ഒരു ഓണം ഗെറ്റ് റെഡി. സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്ക് ആയിരുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള മതി. എനിക്ക് ഓവറായിട്ട് ഓർണമെൻറ്റ്സ് അങ്ങനെ ഞാൻ വാരി യൂസ് ചെയ്യാറില്ല. ഇങ്ങനെ സിമ്പിളായിട്ട് നടക്കുന്നതും പോകുന്നതാണ് എൻ്റെ പ്രിഫറൻസ് കേട്ടോ. ഞാൻ എൻ്റെ രീതിക്കാണ് റെഡി ആയിട്ടുള്ളത്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാം അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എൻ്റെ ഫാമിലിക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ. അപ്പോൾ എല്ലാവരും ഓണം അടിച്ചു പൊളിക്കുക. അപ്പോൾ എൻ്റെ ഓണം വലിയ കുഴപ്പമില്ലാതെ പോകുന്നതാണ് വിശ്വസിക്കുന്നത്. എല്ലാവർക്കും ഐശ്വര്യവും സന്തോഷവും എന്ന് പറഞ്ഞൊരു ഓണാശംസ ഞാൻ നേരാട്ടോ. എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നേരുകയാണ്. കഴിഞ്ഞൊരു ഓണ സമയത്താണ് ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയത്. ഈ വർഷം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സഹായം കൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്. വളരെ വളരെ നന്ദി. അടുത്ത വർഷവും ഇതിനെക്കാളും നല്ല രീതിയിൽ എത്തട്ടെ എന്നും എനിക്ക് വേണ്ടിയിട്ടും എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരെയാണ്. അപ്പം നാളെ കാണാം. ബൈ. ഹാപ്പി ഓണം.